Good morning, all. Good morning, ma'am. Good morning. അപ്പോൾ നമ്മളെ ഡയറ്ററി സർവീസ് അല്ലെ, അതിന്റെ ആ ഒരു ചെറിയ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. നമ്മുടെ PDF-ല് ഡയറ്ററി സർവീസ് എന്നുള്ളതിന്റെ അടുത്തോളം ഭാഗങ്ങൾ കുറച്ച് പേരൊക്കെ വായിച്ചു നോക്കി എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും വ്യക്തികള് മെഡിസിൻ എടുക്കാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി അല്ലെ. ഈ കാലഘട്ടത്തിൽ അതിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. ഡയറ്ററി സർവീസ് എന്നുള്ള ആ ഒരു ഭാഗം തന്നെ അത് ഇത്രയും കൂടി നമുക്ക് വായിക്കുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള ജനങ്ങള് ഒരുപാട് എക്സസൈസും ഭക്ഷണത്തിന്റെ ആ ഒരു രീതിയൊക്കെ മാറ്റി തുടങ്ങി. നമുക്കറിയാം എല്ലാ നേരവും ഒരേ ഫുഡ് അല്ലെങ്കിൽ ഒരുപോലെ തന്നെയുള്ള ജീവിത രീതിയാണ് ചില അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും അല്ലെ. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഓക്കെ, അതിന്റെ ഭാഗമാണ് എടുക്കാൻ തുടങ്ങിയത്. എന്താണ് നമ്മൾ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങാനായിട്ടിരുന്നത്. നോക്കാം, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ക്ലാസ് എടുക്കാറോ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് നമ്മൾ പറഞ്ഞു, ഒരു കൃത്യമായിട്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ഡയറ്റീഷ്യനെ കാണണം. അവരുടെ ചാർട്ട് ഭക്ഷണം നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് എന്ന നിർദ്ദേശമുണ്ട് എങ്കിൽ മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ രീതി അല്ലെ, ഭക്ഷണ രീതിയിൽ നല്ല കൃത്യമായിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്യും. എന്നിട്ടാണ് അവര് രോഗിയിലുള്ള മാറ്റങ്ങൾ വിലയിരുത്തിയിട്ട് വീണ്ടും എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ഭക്ഷണ രീതിയില് ചില ഇതുകളെല്ലാം അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അല്ലെ. ഉപ്പാണെങ്കിലും മധുരമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിലും അതിന് പറ്റിയ തരത്തിലുള്ള ഫുഡുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്കറിയാം സോഫ്റ്റ്, ലിക്വിഡ്, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ രീതികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ ഒരു രീതി എന്താണ് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളിൽ അപ്ലൈ ചെയ്തിട്ട് അവരുടെ രോഗത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് നോക്കാം എന്താന്നുള്ളത്. Inpatient catering, it deals with the provision of meals to the patient who are admitted in the hospital. അതായത് ഇതിൽ നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. It should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutrition needs and the normal food habits of a patient in the state. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഒരു അടിസ്ഥാന രോഗം എന്താണെന്നുള്ളത്, അണ്ടർലൈൻ വീക്ക്നെസ് അതല്ലേ, അവരുടെ അടിസ്ഥാന രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള, നമുക്കറിയാം അവർക്ക് ന്യൂട്രീഷണലായിട്ട് അതായത് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവരുടെ അടിസ്ഥാന രോഗം എന്താണെന്നും കൂടി കമ്പയർ ചെയ്ത് ഈ പോഷക സമൃദ്ധമായ മൂല്യങ്ങളോ ഉള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് തമ്മിൽ താരതമ്യം ചെയ്ത് എന്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത്, എന്തിനാണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സമീകൃത ആഹാരത്തിന്റെ ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സ്, ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ പോഷക സമൃദ്ധമായത് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ആ ഫുഡിന്റെ കൂടെ അവർ എന്ത് ചെയ്യും, ആ ശീലത്തിനോടൊപ്പം നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെയോ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻ കൊടുക്കണമെങ്കിൽ അത് അതിന്റെ കൂടെ ഉൾപ്പെടുത്തി അവർക്ക് അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സിലേക്ക് ലയിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മള് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ജസ്റ്റ് വായിച്ചിരുന്നോ? എന്താണ് പ്രൊവിഷൻ എന്താണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് നടപടി, എന്ത് നടപടിയാണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസിന്റെ, അതായത് ഭക്ഷണക്രമത്തിന്റെ നടപടിക്രമങ്ങൾ. ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളില് എന്തൊക്കെ രീതികളാണ്, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, ആ ഒരു ഇതാണ് നമ്മുടെ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ ഉൾപ്പെടുത്തുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് who are admitted in the hospital. അതായത് അഡ്മിഷൻ ഉള്ള പേഷ്യൻസ്, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് അവരുടെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്, അവരുടെ ഭക്ഷണത്തിൽ ചിലപ്പോൾ ചിലത് ഉൾപ്പെടുത്താം, ചിലതൊന്നും ഉൾപ്പെടുത്താത്ത തരത്തിൽ. നമുക്കറിയാം ഒരു ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഹൈ ആയിട്ടുള്ള ഷുഗറിനെ അങ്ങനെ കുറച്ചുകൊണ്ട് വരണമെങ്കിൽ ചില ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ഉപേക്ഷിച്ചു. ചിലപ്പോ ആ ഭക്ഷണം നമുക്ക് എന്താ പറയുക പേഷ്യൻസിന് ഇഷ്ടമില്ലെങ്കിൽ കൂടി കമ്പല് ചെയ്ത് ചിലത് മാത്രം അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ച് അവരുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ്. മനസ്സിലായി കാണും. അതായത് അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട രീതിയിൽ ഭക്ഷണത്തിൽ ചിലത് ഉൾപ്പെടുത്തും, ചിലതെല്ലാം കട്ട് ചെയ്ത് കളയും. അതായത് അവർക്ക് അസുഖത്തിന് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ടായിരിക്കും അവരുടെ ഭക്ഷണക്രമം തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിസിനോടൊപ്പം ഈ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് അവരുടെ രോഗം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താന്ന് നോക്കാം, എന്ത് ഡയറ്റ് കൗൺസിലിംഗ്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. Can be given as outpatient diet clinics when patient are referred by clinicians, dietitians to calculate their dietary needs in view of the body weight. അതായത് നമുക്കറിയാം ഡയറ്റ് കൗൺസിലിംഗ് പ്രധാനമായിട്ടും ഔട്ട് പേഷ്യന്റിലാണ്. അതായത് കിടത്തി ചികിത്സിക്കുന്ന വ്യക്തികൾക്കല്ല കൗൺസിലിംഗ് ചെയ്തത്. നമ്മൾ ഡോക്ടേഴ്സ് നമ്മൾക്ക് മെഡിസിൻ നമുക്ക് എഴുതി തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന ഫുഡുകൾ ഉൾപ്പെടുത്തണം, അതുതന്നെ ഇന്ന കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാം. ചിലപ്പോൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും. ഇൻ കേസ് വെയിറ്റ് ഇല്ലാത്ത പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ കൂടുതൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ അവരോട് നിർദ്ദേശിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ആയിരിക്കും അല്ലെ. അവർ വന്ന് ജസ്റ്റ് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചെയ്ത് മെഡിസിനും അതേമാതിരി തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ പൊതുവെ ഔട്ട് പേഷ്യന്റിനാണ് ഡയറ്റ് കൗൺസിലിംഗ് വരുന്നത്. Patient are referred by clinicians, dietitians to calculate their dietary needs. എന്താണ് അവരുടെ ഭക്ഷണ ക്രമത്തില് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ ഉപദേശിച്ചു കൊടുക്കുന്നു. അവിടെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ് അല്ലെ. അവരുടെ ബോഡി വെയിറ്റ് വലുതാണെങ്കിൽ അത് കൂടുതലാണെന്ന് കാണിക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ മിക്കപ്പോഴും പേഷ്യൻസിനെ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുമ്പ് കുട്ടികളാണെങ്കിൽ കൂടി വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കും. അതായത് അവരുടെ വെയിറ്റും കൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ മെഡിസിൻസിനോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണോ വേണ്ടി എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ആ ഡയറ്റീഷ്യൻസിനെ കാണുമ്പോഴും അവർ ആദ്യം തന്നെ വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നിർദ്ദേശിക്കുക. വെയിറ്റ് കൂടുകയാണെങ്കിൽ കുറയുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അണ്ടർലൈൻ ഡിസീസസ്, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. നമുക്കറിയാം ചില പേഷ്യൻസിന് അല്ലെ ഡോക്ടേഴ്സിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ചിലർക്ക് അത് ഫേവറബിൾ ആകണമെന്നില്ലല്ലേ. അവർക്ക് അത് സ്വീകാര്യമാകണമെങ്കിൽ ചില കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ഫിനാൻഷ്യലി വളരെ ബിലോ ആണെങ്കിൽ അല്ലെ, സാമ്പത്തികമായിട്ട് പുവറാണെങ്കിൽ താഴെക്കടയിലുള്ളവരാണെങ്കിൽ അവരോട് കുറെ ഹൈ ആയിട്ടുള്ള ബദാം മേടിച്ച് കഴിക്കണം, കഷ്ണം നട്ട്സ് മേടിച്ച് കഴിക്കണം, അങ്ങനെ ഒരുപാട് അവരുടെ മെനുവിൽ ഒരുപാട് എന്താ പറയുക പൈസ കൂടുതൽ ഫിനാൻഷ്യലി സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്കത് താങ്ങാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇൻ കേസ് നമുക്കറിയാം ഫിനാൻഷ്യലി വലിയ പ്രോബ്ലംസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിന് അത് നിർദ്ദേശിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവരുടെ ആ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടി മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പ്രോട്ടീൻസ് അടങ്ങിയ വസ്തുക്കൾ എന്താ പറയുക ബൾക്കായിട്ട് ഫിനാൻഷ്യലി പേ ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതുമുണ്ട്, അല്ലാത്ത തരത്തിലുള്ള പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട്. അപ്പൊ അവരുടെ ഫിനാൻഷ്യലി ആ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടും കൂടി ആയിരിക്കണം ഈ കൗൺസിലിംഗ് നടത്തുമ്പോൾ ഡോക്ടേഴ്സ് ആ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഡിസീസസ്, ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണക്രമത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. അല്ലെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചിലപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അത് ലഞ്ചിനോട് കൂടി കൂട്ടിച്ചേർക്കാൻ പറയാം, അതല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾ അത് ഉപയോഗിക്കാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് അവർക്ക് നിർദ്ദേശിക്കാം.
അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നിർദ്ദേശിക്കുമ്പോഴും അഡ്വൈസ് ചെയ്യുമ്പോഴും ഉപദേശിക്കുമ്പോഴുമെല്ലാം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക വശം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ഉപദേശങ്ങളെല്ലാം അവർക്ക് കൊടുക്കാനായിട്ട്. Patients are usually given a diet to be followed by them along with the certain foods either to be discarded or to be preferred. അതായത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഡിസ്കാർഡ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നിങ്ങളിപ്പോ രാവിലെ എണീറ്റ് എന്താണ് മധുരമിട്ടാണ് കോഫി കുടിക്കണമെങ്കിൽ ചിലപ്പോ ഡോക്ടേഴ്സ് എന്താ പറയാ, നമുക്കറിയാം ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അവരോട് അത് വേണ്ട, അത് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ മധുരമില്ലാത്ത കോഫി ആയിരിക്കാൻ കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ട് അവരോട് കൗൺസിൽ ചെയ്ത് കൊടുക്കും. ഇൻ കേസ് ചില കാര്യങ്ങൾ പ്രിഫേർഡ് എന്ന് വെച്ചാൽ ഉൾപ്പെടുത്തണമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിർദ്ദേശിക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് ഉപദേശങ്ങളും കൊടുക്കാനായിട്ട് സാധ്യത. ഇതെല്ലാമാണ് ഡയറ്റ് കൗൺസിലിംഗിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികൾക്കല്ല ഇത്. ഡയറ്റ് കൗൺസിലിംഗ് പ്രധാനമായിട്ടും പേഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടറെ കണ്ട് വിസിറ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനാണ് ഈ കൗൺസിലിംഗ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമേഴ്ഷ്യൽ കാറ്ററിംഗ്. എന്താണ് അതിൽ പറയുന്നത്? കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വാണിജ്യം, അല്ലെ? ഒരു ബിസിനസ് ടൈം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് അവിടെയുള്ള പേഷ്യൻസിനെ ഔട്ട് പേഷ്യൻസിനെ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളുടെ ഡയറ്ററി സർവീസിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്നുള്ള കാര്യമുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. സർവീസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് കാന്റീൻ. അതായത് സ്റ്റാഫുകൾക്ക് അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലർക്ക് വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സ്റ്റാഫുകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഒരു അറ്റാച്ച്ഡ് സ്പേസ് ഉണ്ടാവും. മറ്റു വ്യക്തികൾക്ക് വിസിറ്റേഴ്സിനും എല്ലാവർക്കും കൂടിയും ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു പ്ലേസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും ഒരു സർവീസ് നടത്തുന്നുണ്ട്. അതാണ് കമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ ഒന്നാമത്തെ പോയിന്റ്, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് കാന്റീൻ. The next provision of meals, tea, snacks, cold drinks, etc. അതായത് കൂൾ ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റല് നമ്മളുടെ ഒരു വലിയൊരു ഇതാണ്, അല്ലെ? ഒരു വലിയൊരു സ്ഥാപനമാണ്. പല പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാകുന്നത് കൊണ്ട് അവർക്ക് സമയമെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയും അവർ അനുവദിക്കുന്നുണ്ട്. അപ്പം ഈ ഡയറ്ററി സർവീസിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ ഒരു ഫെസിലിറ്റി, ആ ഒരു സൗകര്യം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എക്സെട്ര. ചില ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നമുക്ക് ടീ തരുന്ന അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ തരുന്ന ഒരു പ്ലേസുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ്, ചീപ്പർ ദാൻ കോസ്റ്റ് ഡൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, അതായത് ഇവരുടെ സേവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് എപ്പോഴും ചീപ്പായിരിക്കും. മറ്റ് പ്രൈവറ്റ് പാർട്ടീസിനെ അപേക്ഷിച്ച് ഇവര് കൊടുക്കുന്ന ഈ സേവനത്തിന്റെ ഭാഗം എന്ന നിലക്ക് കൊടുക്കുന്ന ഈ സേവനങ്ങളെല്ലാം ചീപ്പ് കോസ്റ്റിലാണ്, അതായത് കുറഞ്ഞ ചിലവിലാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. Then administration can control the quality of food service. അതായത് അവിടെയുള്ള ഫുഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ് അവര് സെർവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. The next service can be given to staff, attendants, visitors. അതായത് എല്ലാവർക്കും കൂടി ഇവര് സർവീസ് കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മാത്രമല്ല, വിസിറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തികൾക്കും അവരുടെ ഫുഡ്, അല്ലെ, ആ ഒരു ഭക്ഷണം ആവശ്യം വരുന്ന ഭാഗത്ത് നമുക്കറിയാം ലഞ്ചിൽ കഴിക്കുന്നതിന് ഒരു സ്പെഷ്യൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെറിയ താഴെ ഒരു ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹോസ്പിറ്റൽ ക്യാൻ ഹാവ് മൊബൈൽ വെൻഡിങ് മെഷീൻ in certain locations like OPD, casualty block, etc. അതായത് നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള വന്നു പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ജസ്റ്റ് ഒന്ന് വന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തില് അവിടെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കറിയാം ചില മെഷീൻസിലല്ലേ അതിലേക്ക് കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടീ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ചെറിയൊരു സർവീസുകൾ ചില പ്ലേസുകളിൽ നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ കൗണ്ടറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര തിരക്കുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലെല്ലാം ചെറിയൊരു കോഫി സ്റ്റാളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അതായത് കോഫി സ്നാക്സ് മാത്രമേ അവർക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. ചെറിയൊരു തുകയില് നല്ലൊരു സർവീസ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫുഡാണ് സപ്ലൈ ചെയ്യുന്നതെന്നാണ് അവര് ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഡയറ്ററി സർവീസിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം.
അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സ്റ്റാഫുകൾക്കുള്ള ക്യാൻറ്റീൻ സർവീസ്, പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എക്സെട്ര. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ചെറിയ രീതിയിലുള്ള സ്നാക്സും ടീയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ, ബിസിനസ് ടേംസിന്റെ രീതിയിൽ ചെയ്യുന്ന കാര്യം തന്നെ അതും ഒരു സർവീസ് ആയിട്ട് ഒരു നൽകുന്നുണ്ട്. ദെൻ ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, മറ്റ് പുറത്തുള്ള പാർട്ടീസിനെ അപേക്ഷിച്ച് നല്ല ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇവരുടെ സേവനം കാഴ്ചവെക്കുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്, അതായത് നല്ല ഭരണത്തോട് കൂടിയിട്ട് അല്ലെ, ശുദ്ധിയായ ഭരണക്രമത്തോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയോടുള്ള ഫുഡാണ് ഇവർ കൊടുക്കുന്നതെന്ന് പറയുന്നു. ദെൻ സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ്, അതായത് എല്ലാവർക്കും തന്നെ ഈ സേവനം ലഭ്യമാണ്. നമ്മൾ കണ്ടായിരുന്നു ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചാർട്ട് തയ്യാറാക്കിയിട്ട് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സൺസിന്, ഇൻ കേസ് വാർഡിൽ മൊത്തത്തിൽ നമുക്കറിയാം ഷുഗർ പേഷ്യൻസിന്റെ വാർഡാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഒരേ ചാർട്ട് രീതിയിൽ ചിലപ്പോൾ ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. ചില പേഷ്യൻസ് ഇൻഡിവിജ്വലി അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇൻഡിവിജ്വലി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഡയറ്റീഷ്യൻസിന് നിർദ്ദേശമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഫുഡായിരിക്കും ആ പേഷ്യൻസിന് സപ്ലൈ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ആ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് പുറമെയുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ഫുഡ് ഫെസിലിറ്റി അവിടെ സർവീസിന്റെ ഭാഗമായിട്ട് പ്രദാനം ചെയ്യുന്നു. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ ഡയറ്ററി സർവീസിന്റെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ചാസ് നഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻസ്, കുക്സ് എക്സെട്ര could be educated considering type of foods, balanced food deal, caloric value etc. അതായത് നമുക്കറിയാലോ ഒരു ചാർട്ട് തയ്യാറാക്കി ഭക്ഷണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന ടീച്ചർ, നഴ്സിംഗ് സ്റ്റുഡൻസും അല്ലെങ്കിൽ മറ്റെല്ലാ വ്യക്തികൾക്കും അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുകയും അതിന്റെ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് വെരിഫൈ ചെയ്യുമ്പോഴെന്താണ് ഇവരൊരു തരത്തില് എന്താണ് എഡ്യൂക്കേഷൻ അല്ലെ, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അത് ചെയ്ത് പഠിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഇന്ന വാർഡിലുള്ള പേഷ്യൻസിന് ഇന്ന ഫുഡുകളാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു ട്രെയിനിങ് കൂടി ഈ ഒരു ഫുഡ് സർവീസ്, അതായത് നമ്മുടെ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സജാസ് നഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ്, അതായത് നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുന്നവര്, റെസിഡൻസ്, ടെക്നീഷ്യൻസ്, കുക്സ് എക്സെട്ര, ഇതെല്ലാം സ്റ്റാഫുകളാണ് അല്ലെ, ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാഫുകളാണ്. കുഡ് ബി എഡ്യൂക്കേറ്റഡ് കൺസിഡറിങ് ടൈപ്പ് ഓഫ് ഫുഡ്, അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ചെറിയൊരു അല്ലെ എന്ന് വെച്ചാൽ നോളജ് അവർക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്, എന്താണ് എന്തൊക്കെ സമീകൃത ആഹാരമാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഓരോ പേഷ്യൻസിനും എത്ര തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ വിലയിരുത്തല് ഇവർക്ക് മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന സാധനങ്ങൾ എത്ര കലോറി ഊർജ്ജങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാനും, അതോടൊപ്പം തന്നെ റിസർച്ച്, നമുക്കറിയാം റിസർച്ച് എന്ന് വെച്ചാൽ ഗവേഷണം അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇന്ന ചാട്ടപ്രകാരം ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താണ് അവരിൽ വരുന്ന ചേഞ്ചസ് എന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാധനം, ആ ഒരു സർവീസും കൂടി ഇവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. The department can have in a service teaching programs for the staff. അപ്പൊ നമുക്കറിയാം ഇന്ന അല്ലെ, നമുക്ക് സൂപ്പർവൈസേഴ്സും ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് ടീച്ച് ചെയ്ത് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും മാറ്റങ്ങൾ വരുന്നത്, നിങ്ങൾ ഇന്ന ഫുഡുകളാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ഈ ഫുഡ് സർവീസിന്റെ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ട് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് അറിയാവുന്ന ഒരു ഭാഗങ്ങളാണ് അല്ലെ, ഡിസ്കസ് ചെയ്ത ഭാഗം ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ, ഇനിയും എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. എന്താണ് ഫങ്ഷൻസ് ഒക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓർഗനൈസ്ഡ്
പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് നമുക്കറിയാം ഇതിന്റെ ഈ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതും ഈ ഒരു ഡയറ്ററി സർവീസിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അവിടെ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മെയിൻ്റനൻസ് നടത്തണം എന്നൊക്കെ ഉള്ള എല്ലാ റോളുകളും ഇവരുടെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്, അതായത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ, നമുക്കറിയാം വേഗത കൂട്ടേണ്ടത് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടാകല് അതെല്ലാം മുൻകരുതൽ എന്ന ഭാഗമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നല്ലൊരു സർവീസ് ആണ് അവർ കൊടുക്കുന്നത്, അതായത് ചീപ്പ് കോസ്റ്റില് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് കൊടുക്കണേന്ന്. അപ്പൊ ഇത് തന്നെ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള സപ്ലൈ ആയിരിക്കണം അവര് കാഴ്ചവെക്കേണ്ടത്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, അതായത് ഒരു സ്ഥായിയായ ഒരു ചെലവില് നല്ലൊരു ഫുഡ് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ കണ്ട പോയിന്റ്സുകൾ തന്നെയാണ്, അത് ചെറിയ ചെറിയ ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ. ബൈ സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ്, ചെക്ക് ദിയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോർ, അതായത് നമ്മള് സെപ്പറേറ്റ് നമുക്കറിയാലോ ചില പേഷ്യൻസിന് ചില സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് മേടിച്ച് ഭക്ഷണം ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കേണ്ടത്. അതായത് ഇന്ന ഫുഡിലാണ് ഇന്ന സംഭവങ്ങൾ. അപ്പൊ ഇംപേഷ്യൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ചില സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫൈ ചെയ്ത് പ്രത്യേകതയുള്ള സാധനങ്ങൾ തന്നെ മേടിച്ച് അവർക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. റിസീവ് അതനുസരിച്ചിട്ടുള്ള സപ്ലൈ കാര്യങ്ങളാണ് റിസീവ് ചെയ്യേണ്ടത്. ചെക്ക് ദ ക്വാണ്ടിറ്റി, അതിന്റെയൊക്കെ അളവ് എത്രത്തോളം വേണം അല്ലെങ്കിൽ ക്വാളിറ്റി എത്രത്തോളം വേണം, അതനുസരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. ഒരു ചാർട്ട് അനുസരിച്ചിട്ട് പിറ്റേ ദിവസം ഫുഡ് റെഡി ആവണമെങ്കിൽ ഓൾറെഡി അവിടെ എന്തുണ്ടായിരിക്കണം, അത്തരത്തിലുള്ള വസ്തുക്കൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം. ദെൻ മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, അതായത് നമുക്കറിയാം ഇത് നമ്മൾ ഉണ്ടാക്കണം അല്ലെ. ഡയറ്ററി സർവീസിന്റെ ഭാഗമായ നിലയ്ക്ക് ഫുഡുകളെല്ലാം ഉണ്ടാക്കണം. ഓരോ പോർഷൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വാർഡിന്റെ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഇന്ന ഫുഡാണ് കൊടുക്കേണ്ടത്. ഡയറ്ററി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു വാർഡിലേക്ക് ചിലപ്പോ ഇത്രയും ഫുഡായിരിക്കും, ഇന്ന രീതിയിലുള്ള ഫുഡായിരിക്കും കൊടുക്കേണ്ടത്. ഇൻ കേസ് വേറൊരു പേഴ്സൺസിന് ചിലപ്പോ ഒരു വാർഡിൽ തന്നെ വ്യത്യസ്ത പേഴ്സൺസിന്റെ ചാർട്ടുകൾ വ്യത്യസ്തമാണ് എങ്കിൽ എന്താണ് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം അല്ലെ. ഒരു വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഒരു പേഷ്യന്റിന് ഇന്ന ഫുഡായിരിക്കാം, വേറൊരു പേഷ്യന്റിന് വേറൊരു ഫുഡാണെങ്കിൽ അതെല്ലാം പോർഷൻ ചെയ്ത് വെക്കണം. പിന്നെ അസംബിൾ ചെയ്യണം, കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം അവിടേക്ക് കൊണ്ടുപോകേണ്ടത്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ എന്താണ് അത് വിതരണം ചെയ്യണം. അപ്പൊ എല്ലാം ഒരു ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരു സിമ്പിൾ ആണെങ്കിലും നമുക്കറിയാം ഓരോ ഇൻ പേഷ്യന്റ് ഒക്കെ ആവുമ്പോൾ വ്യത്യസ്ത ഒരു ഡയറ്ററി ചാർട്ടായിരിക്കും. അപ്പൊ ആ ചാർട്ട് അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് തലേദിവസം തന്നെ നോക്കി വെക്കണം. പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത് മാറ്റിയല്ല, അതെല്ലാം ഉണ്ടാക്കിയാൽ തന്നെ അതെല്ലാം കളക്ട് ചെയ്യണം. ഒരു വാർഡിലേക്കാണെങ്കിൽ അത് ഓരോന്നും പോഷൻ ചെയ്ത് വെക്കണം. വീണ്ടും അത് അവിടെ കൊണ്ടുപോയി ഓരോ പേഴ്സൺസിനും അവരുടേതായ രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. Then development of a recipe according to the nutritional needs of a patients. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ അത് നമ്മളൊക്കെ തന്നെയാണെങ്കിലും എന്താണ് യൂട്യൂബ് നോക്കി നല്ല ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റീവ് ആണ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ കഴിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ റെസിപ്പി നല്ല ടേസ്റ്റബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഹോസ്പിറ്റലിന്റെയും ഇതില് നല്ല നല്ല റെസിപ്പികൾ ഉണ്ടാക്കുക, വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ എന്താണ് അതിലെ പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പേഷ്യൻസിനും പറ്റുന്ന തരത്തിലുള്ള പോഷക മൂല്യമുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നല്ല രീതിയിലുള്ള റെസിപ്പികൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. Then to instruct about how diet plays an important role in the treatment of various diseases. അതായത് നമുക്ക് വ്യത്യസ്ത ഇതുകളാണ് അല്ലെ, വ്യത്യസ്ത അസുഖങ്ങളാണ് ഓരോ വ്യക്തികൾക്കും. നമുക്കറിയാം ഹോസ്പിറ്റലാവുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഒരേ അസുഖമല്ല അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളോട് കൂടിയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അസുഖത്തിന്റെ ബേസിലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുക, നിർദ്ദേശങ്ങളായിരിക്കും കൊടുക്കുക ഡയറ്റിന്റെ ചാർട്ടില്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ഉള്ള ഇമ്പോർട്ടന്റ് റോളും കൂടിയും ഇവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
to instruct about how diet plays an important role in the treatment of various diseases. ഓരോ വ്യത്യസ്ത തരത്തിലുള്ള അസുഖത്തിന്റെ ബേസിൽ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ഏത് തരത്തിലുള്ള ഡയറ്റ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകേണ്ടത്, അത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. Then to follow the everyday diet pattern of a patient to meet their needs throughout the various discard കണ്ടീഷൻസ്. അതായത് നമ്മൾ കണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അല്ലെ, ഡിസ്കാർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ചാർട്ട് തയ്യാറാക്കുമ്പോഴും അത് നടപ്പാക്കി കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് ഫോളോ ചെയ്യുമ്പോഴും ആ ഒരു കാര്യം കൂടി എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യന്റ് ടു മീറ്റ് ദിയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിസ്കാർഡ് ചെയ്യാൻ ഡിസീസസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പറ്റുന്ന തരത്തിൽ നല്ല രീതിയിലുള്ള ഇത് ഒരു ഓരോ ദിവസത്തിന്റെയും ഇതില് പ്ലാനില് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവരണം എന്നുള്ളത്. Then the everyday function of the, നമ്മൾ കണ്ടായിരുന്ന കുറച്ച് പോയിന്റ്സ് തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇനി വീണ്ടും പറയുന്നു, the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. അതായത് എല്ലാ ദിവസവും തന്നെ അവർ മീൽസ് തയ്യാറാക്കി ഓരോ പേഷ്യൻസിന് അനുയോജ്യമായ ഫുഡ് അവർ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് അഡ്മിഷൻ ആയിട്ടുള്ള പേഷ്യൻസിനും. These meals are prepared by strict guideline of the physician's written order. ഡോക്ടേഴ്സ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായി തന്നെയുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാത്രമേ ഇത്തരത്തിലുള്ള ഫുഡ് അവര് ഉണ്ടാക്കാനായിട്ട് ഓരോ ദിവസവും ഉണ്ടാക്കി സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ these meals are prepared by the strict guidelines of the physicians written orders. അതായത് ഫിസിഷ്യൻസ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഫുഡിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ആ ഒരു മാനദണ്ഡം വെച്ചിട്ട് തന്നെയായിരിക്കണം ഫുഡ് എല്ലാ ദിവസവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. Then arrange and carry out patient therapy, education and counseling. അതായത് അവർക്ക് നേരത്തെ അല്ലെ നമ്മൾ ചികിത്സാ രീതി എന്ന നിലയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഉണ്ടാക്കി മാത്രം കൊണ്ടുവന്ന കാര്യമില്ലല്ലോ, അത് പേഷ്യൻസിന്റെ ഉള്ളിലേക്ക് എത്തണം. അപ്പൊ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്ന നിലയ്ക്ക് അവരെ കൗൺസിൽ ചെയ്ത്, നമുക്കറിയാം ഒരു പേഷ്യന്റ് എന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ള ഡ്യൂട്ടിയും കൊണ്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് കൃത്യമായി തന്നെ നഴ്സുമാർക്ക് അവരുടെ ഉള്ളിലേക്ക്, ചിലർക്ക് നമുക്കറിയാം പേഷ്യൻസിന് സ്വമേധയെ എടുത്ത് കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, അവരെല്ലാം വൈസ് ട്യൂബിലൂടെയൊക്കെയാണ് അത് കൊടുക്കേണ്ടി വരുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ ഓക്കെ അവർക്ക് സ്വമേധയെ കഴിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റീവ് ആയിരിക്കും അല്ലെ, ഇഷ്ടപ്പെടാത്ത ഒരു ഫുഡായിരിക്കും, പക്ഷെ നിർബന്ധിച്ച് കൗൺസിൽ ചെയ്ത് കമ്പൽ ചെയ്തൊക്കെ അവർക്കത് കൊടുത്തേ പറ്റൂ അല്ലെ. അത് കൊടുത്താൽ മാത്രമേ ഈ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, ഒരു ചികിത്സയുടെ ഭാഗം എന്ന നിലയിൽ അത് അറേഞ്ച് ചെയ്യണം, അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. then അതിനനുസരിച്ചിട്ടുള്ള വിവരം അല്ലെങ്കിൽ കൗൺസിലിംഗ് അവരുമായിട്ട് നടത്തിക്കൊണ്ടു പോകണം. then train dietitians intern, അതായത് ഉള്ളിലൂടെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് അവരുടെ ഉള്ളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അതിന് കാര്യം. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ വ്യക്തികൾക്കും, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികൾക്കൊന്നും ഇത് ചിലപ്പോൾ ക്യാച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇത് എങ്ങനെയാണ് നിങ്ങൾ കുറച്ച് എങ്ങനെയാണ് ശീലിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അവരെ കൊണ്ട് പരിശീലിപ്പിക്കണം. ആദ്യത്തെ ദിവസം ചിലപ്പോ ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ഫുള്ളും അവർ ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്ത് അല്ലെ സ്വീകരിച്ചെന്ന് വരില്ല. അപ്പൊ കുറേശ്ശെ അത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. Then give direction to nurses, medical and tender students about the principles of nutrition and diet therapy. അതായത് ഡയറ്റിന്റെ ഭക്ഷണ രീതി എന്നുള്ളത് നമുക്കറിയാലോ, നമ്മൾ ഇപ്പൊ എല്ലാ വ്യക്തികളും കൊച്ചുങ്ങളൊക്കെ ആണെങ്കിലും TV കണ്ടുകൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിലെന്താ പ്രത്യേകത? അത് കൃത്യമായിട്ട് ചവച്ചരച്ചോ അല്ലെ അതിൻ്റെതായ ന്യൂട്രീഷ്യൻസ്, ആ പോഷക സമൃദ്ധങ്ങളൊന്നും ശരീരത്തിൽ ചിലപ്പോൾ ഫലിച്ചൊന്നും വരില്ല. അപ്പൊ അത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡയറക്ഷൻ, നഴ്സുമാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചവച്ചരച്ച് കഴിക്കണം, പിന്നെ രീതിയിലാണ് ഇത് ഭക്ഷണം കഴിക്കണേ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്താണ്, ഭക്ഷണത്തിന്റെ ആ ഇത് കഴിക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, പേഷ്യൻസിനൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കണം. Then collaborate with the medical staff in arranging, preparing and serving experimental metabolic research diet. അതായത് നമ്മൾക്ക് അറിയാം ഒരു ഭക്ഷണം അല്ലെ കഴിച്ചു, അത് നഴ്സുമാരത് ചോദിച്ചറിയും എങ്ങനെയുണ്ടായിരുന്നു, മോഷൻ എങ്ങനെയുണ്ടായിരുന്നു,
അത് ബുദ്ധിമുട്ടായിരുന്നോ അല്ലെ? അവർക്ക് ആ ഒരു ഉപാപചയ പ്രവർത്തനങ്ങൾ ശരീരത്തിലെ ഭക്ഷണം കഴിച്ച് ഡൈജഷനൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തത്, ദഹന പ്രക്രിയയൊക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് ചോദിച്ച് അറിയേണ്ടതുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ, അതാണ് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സംഭവം നമ്മളുടെ ഡയറ്ററി സർവീസിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഫുഡ് ഉണ്ടാക്കി അത് സപ്ലൈ ചെയ്താൽ മാത്രം കാര്യമില്ല. പേഷ്യൻസ് അത് കഴിക്കണം, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടോ എന്ന് നഴ്സുമാരെ ചോദിച്ചറിയണം. അങ്ങനെ എല്ലാം കൂടി ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ത് നമ്മുടെ അസുഖത്തിന് എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണം, എല്ലാ സ്റ്റാഫുകളും തമ്മിലൊരു സഹകരണം ഉണ്ടായിരിക്കണം, അറേഞ്ച് ചെയ്യണം. അത് എവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും സപ്ലൈ ചെയ്യുമ്പോഴും എക്സ്പെരിമെന്റ് മെറ്റബോളിക് റിസർച്ച് ഡേറ്റ്, അതായത് ഭക്ഷണം കഴിച്ച് അവരുടെ റിസൾട്ട് ദഹന പ്രക്രിയയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ ഛർദ്ദിച്ചു പോയോ, അങ്ങനെയൊക്കെ ഉള്ളത് ചോദിച്ചറിഞ്ഞ് ആ മെഡിസിൻ ഓക്കെ ആയിട്ട് ആ ഒരു ഫുഡ് അവർക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി എടുക്കുന്നവരേക്കും നല്ലൊരു സഹകരണത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. Then to keep good nutrition status of all patients, അതായത് എല്ലാവർക്കും തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു അല്ലെ, ഒരു സുരക്ഷിതത്വം അവിടെ ഉണ്ടായിരിക്കാം. Establish standards for arranging menus, preparing, serving food and managing meals. നമുക്കറിയാം എല്ലാ ദിവസവും ക്യാൻറ്റീൻ സർവീസ് ആണെങ്കിൽ കൂടി ഒരേ ഫുഡാണ് അവിടെ കൊടുക്കണമെങ്കിൽ നമ്മളുടെ സ്റ്റെപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിനോടൊപ്പം തന്നെ നിൽക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഒരു വേരിയേഷൻ ഒക്കെ അവര് പാലിച്ചുകൊണ്ടായിരിക്കും ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടത്. അതാണ് പറയുന്നത് ടു കീപ്പ് ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനും നല്ലൊരു കുഴപ്പമില്ലാത്ത സർവീസാണ്, അവരുടെ ഫുഡ് ഫെസിലിറ്റീസ് ഒക്കെ ഓക്കെയാണ്, നല്ല സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളത് എല്ലാ പേഷ്യൻസിനും അനുഭവവേദ്യമാക്കാനായിട്ട് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനുസ്. മെനു ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം മെനു ഒക്കെ തയ്യാറാക്കാൻ. പ്രിപ്പയറിംഗ്, സെർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്, അതായത് എല്ലാ കാര്യത്തിലും, അത് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും സെർവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മെനു തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും ഒരു നല്ല ഒരു രീതിയിൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ളതാണ് ലാസ്റ്റിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാനതുകൊണ്ട് ചെറിയൊരു സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നത്. വായിച്ചു പോയാൽ കുഴപ്പമില്ലാത്തതാണ് അല്ലെ, നമുക്കത് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്തത് ഒരു ചാപ്റ്ററാണ്, മറ്റു ചാപ്റ്ററുകളെ പോലെയല്ല അല്ലെ. എന്തെങ്കിലും പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ ചെറിയ ഗ്യാപ്പ് തരുന്നത് അതിനു വേണ്ടിയാണ്. നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി എടുത്ത് തീർക്കാനേ ഉള്ളൂ ഇതില്. നിങ്ങൾക്ക് CSST ഒരു ഇതാണ് എടുത്തിട്ടില്ലല്ലോ അതാരും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ CSST ഓക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് തീർക്കാനുണ്ട്. ഒരു ചെറിയ ചാപ്റ്റർ ആണ് ഇത്, വലിയ ബുദ്ധിമുട്ടുള്ള ഇതല്ല. ഒരുപാട് നീട്ടി വീതിച്ച് മനസ്സിലാക്കി, അതായത് പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്തവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കെന്നാ നെക്സ്റ്റ് ഭാഗം കൂടിയും എടുത്തു പോകാം. കുറച്ചൊരു ഇതുണ്ടോ നോക്കാം. പ്രോബ്ലംസ്, സിറ്റുവേഷൻസ് ഓക്കെ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രോബ്ലം സിറ്റുവേഷൻസ്, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് നമുക്കറിയാം ഇന്ന ഇതില് ചെറിയ ചെറിയ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഒരു ഡയറ്ററി ചാർട്ടൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഭക്ഷണം തയ്യാറാക്കി കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് ഈ സ്റ്റാഫുകൾ തമ്മിൽ, നഴ്സിംഗ് സ്റ്റാഫുകൾ തമ്മിലും എന്താണ് തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്.
അതായത് നമുക്കറിയാം നഴ്സിംഗ് സ്റ്റാഫിന് അവരുടെ ചാർട്ടിനനുസരിച്ചിട്ടുള്ള ഫുഡ് ആയിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത് പേഷ്യന്റ് ഒക്കെ ആവുമ്പോൾ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഫുഡ് ചിലപ്പോൾ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലൊരു തർക്കം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then complaints against the department with regard to quality of food. നമുക്കറിയാം മിക്ക ഫുഡിന്റെ കാര്യത്തിലും ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ക്വാളിറ്റിയാണ് അല്ലെ. ചില ഫുഡുകളൊന്നും ക്വാളിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അതനുസരിച്ചിട്ടുള്ള കംപ്ലൈന്റ്സ് ഉണ്ടാകും. Then trivial theft and robbery in department. ട്രിവിയൽ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അല്ലെ സാരതരത്തിലുള്ള കളത്തരൊക്കെ കാഴ്ചവെക്കാനൊക്കെ സാധ്യത. നമുക്കറിയാം നല്ല ഒരു രുചികരമാകുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നട്ട്സൊക്കെ നമ്മൾ അരച്ച് ചേർക്കുകയോ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊരു ചെറിയൊരു സംഭവമാണ്. നമ്മൾ അറിയാതെ തന്നെ ഒരു ചെറിയ രീതിയിൽ അതിൽ നിന്നൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെ ഒരു പാക്കറ്റ് ചെറുതാണെങ്കിലും ഒരു മിസ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയുടെ കാര്യത്തില് കംപ്ലൈന്റ് വരും. അതോടൊപ്പം തന്നെ എന്താണ് ഇത്തരം സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അത് കവർച്ചയോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള കള്ളത്തരമോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then big frauds can occur in materials management department. വലിയ ഇതുകളും സാധ്യതകളുണ്ട് അല്ലെ. നമുക്കറിയാം ചില ഇതുകളിലെല്ലാം ബൾക്കായിട്ട് തന്നെ ചാക്ക് കണക്കിനെ തന്നെ കാണാൻ പറ്റാതെ എന്താ പറയുക എവിടേക്കൊക്കെ മിസ്സിംഗ് ആയിട്ട് വരുന്ന സാധ്യതയുണ്ട്. ചെറിയ തരത്തിലുള്ള കള്ളത്തരം വരാം, അതിനേക്കാൾ കൂടുതൽ ബൾക്കായിട്ട് വലിയ രീതിയിലുള്ള ബിഗ് ഫ്രോഡ് ക്യാൻ വരാനായിട്ട് സാധ്യതയുണ്ട്. വലിയ തട്ടിപ്പുകളും നടക്കാനായിട്ട് ഇത്തരം ട്രിവിയൽ മീൻസ് എന്ന് പറയുന്നത് ചെറിയ നിസ്സാരതരത്തിലുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ തരത്തിലുള്ള തട്ടൊക്കെ ഓക്കെ. അതേസമയം ബിഗ് ഫ്രോഡ്സ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്താനും സാധ്യതയുണ്ട്. നമുക്കറിയാം ചാക്ക് കണക്കിനെ മറിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ചിലപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവര് അത്രയും നല്ല ഇതല്ല എങ്കിൽ കൈകാര്യം ചെയ്യുന്നവര് ഇപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നൊക്കെ പറയാൻ നമുക്കറിയാം അത് പർച്ചേസും കാര്യങ്ങളും അല്ലെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ചിലപ്പോ വേണമെങ്കിൽ ചിലപ്പോ ആ ഗോഡൗൺ ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് ആ മഞ്ഞ വഴിക്ക് തന്നെ മിസ്സിംഗ് ആയി പോയിട്ടാണ്. ചിലപ്പോ സ്റ്റോർ ചെയ്ത് വെച്ചതായിരിക്കാം, ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെ ബൾക്കായിട്ട് ചാക്ക് കണക്കിനെ ചിലപ്പോ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മിസ്സിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ എന്താണ് അതൊരു ബിഗ് ഫ്രോഡായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതൊരു പ്രോബ്ലം തന്നെയാണ്. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് നമുക്കറിയാം ഒരു ക്യാൻറ്റീൻ സർവീസ് അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്ലേസ് അവിടെയൊക്കെ ധാരാളം എന്താണ് ഇതുകൾ വേസ്റ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. കവേഴ്സുകളും അതേപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ കുറെ ബൾക്കായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ മണം അല്ലെ നമുക്കറിയാം ചീഞ്ഞളിഞ്ഞ മണമൊക്കെ ഉണ്ടാവാനായിട്ടും ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത. അപ്പൊ കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു ഡയറ്ററി സർവീസുമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് പ്രധാനമായിട്ടും വന്നത് എന്താണ് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാഫുകൾ തമ്മിലുള്ള നഷ്ടപിശ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തരത്തിലുള്ള കളവ് വരാനായിട്ട് സാധ്യതയുണ്ട്. ബൾക്കായിട്ട് മൊത്തത്തിൽ ചില അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതേമാതിരി വേസ്റ്റ് അത് കൈകാര്യം ചെയ്യുമ്പോൾ പ്രോബ്ലംസ് വരും. നല്ല നമുക്കറിയാലേ നല്ല ഫുഡൊക്കെയാണ് നല്ല ഇതൊക്കെയാണ്, പക്ഷെ അവിടെ ക്ലീൻ അല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു സർവീസിന് നല്ല സ്റ്റാറ്റസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫുഡ് നന്നായിരിക്കുന്നതോടൊപ്പം തന്നെ ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ലാസ്റ്റ് ഒരു ഇതും കൂടെ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ക്വസ്റ്റ്യൻസിൽ പറയുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ എ ഡയറ്ററിയിൽ വരുന്ന നിയമ നടപടികൾ അല്ലെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. നമുക്കറിയാം ഡയറ്റീഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡ് അല്ലെ നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് ഫുഡ് കൊടുക്കുക. നമുക്കറിയാം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയുടെ അളവിന്റെ അളവിൽ കുറച്ചാണ് കൊടുക്കണമെങ്കിൽ സപ്ലൈ ചെയ്യെങ്കിൽ ആ സ്റ്റാറ്റസിനെ അത് നന്നായിട്ട് ബാധിക്കും അല്ലെ. അവരുടെ സർവീസ് നല്ല ഒരു സർവീസ് ആണെന്ന് ആരും അവകാശപ്പെടുന്നില്ല. ക്വാളിറ്റി ഉണ്ടാവണം, ഒപ്പം തന്നെ ക്വാണ്ടിറ്റിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്, അളവിന്റെ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലയബിലിറ്റി ആ ഒരു ബാധ്യത ഡയറ്റീഷ്യന്റെ ആണെന്ന് പറയുന്നു. പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. അതായത് നമുക്ക് എമർജൻസി ആയിട്ട് നമുക്കറിയാലോ ഒരു ഡയറ്റീഷ്യൻ ചാർട്ട് തയ്യാറാക്കുമ്പോൾ ചില പേഷ്യൻസിന് ഇന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കണമെന്ന് നേരത്തെ കൂട്ടി തയ്യാറാക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം അല്ലെ, മേടിച്ച് വെക്കണം.
അപ്പൊ ഇതെല്ലാം ഈ അധികാരം എന്ന് പറയുന്നത് ഗിവൻ ടു ദ ഓഫീസർ ഇൻചാർജുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു നയങ്ങളെല്ലാം അല്ലെ, അതിലെ ആ ഒരു വ്യക്തികളെ പർച്ചേസ് മേടിക്കാനായിട്ടുള്ള ഒരു വ്യക്തികളുണ്ട്, സാധനങ്ങൾ മേടിക്കാനുള്ള പർച്ചേസർ ഉണ്ടാവും. അപ്പൊ അവർക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇൻചാർജ് അവർക്ക് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഒരു എന്താണ് ഡയറ്റീഷ്യന്റെ ഒരു നിയമ നടപടികളാണ്. മേടിക്കേണ്ട വ്യക്തികൾക്ക് മേടിക്കേണ്ട ലിസ്റ്റ് കൊടുക്കണം. ക്വാളിറ്റിയും ഉള്ള നല്ല ഫുഡാണ് സെർവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എ ടീം കൺസിസ്റ്റിംഗ് 3 or 4 members ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റം റിസീവ്ഡ്. നമുക്കറിയാം ഇത് പരിശോധനകൾക്ക് വിധേയമാക്കണം അല്ലെ. എപ്പോഴും നല്ല ഫുഡാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ ഇത് പരിശോധിക്കാൻ ഒരു 3-4 മെമ്പേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശരിയായിട്ട് നല്ല രീതിയിലാണോ നടത്തുന്നത് എന്നൊക്കെ ഉള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3-4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ്. എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പാപ്പ തന്നെ പരിഹരിച്ചു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ക്ലീൻ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. Then proper sanitation and cleanliness that include rodent control measure should be noticed. അതായത് നമ്മള് ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് അവിടെ പർച്ചേസ് ചെയ്ത് കൊണ്ടു വെക്കുന്ന സാധനങ്ങളല്ലേ, നമുക്ക് ധാന്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാവും. അവിടെ എലിശല്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ റോഡന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ എലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യേണ്ട നടപടികളെല്ലാം അവർ എടുത്തിരിക്കണം. Then supervisory staff should be, റോഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി. റോഡന്റ് എന്ന് വെച്ചാൽ എലിശല്യം എന്നാണ്. റോഡന്റ് കൺട്രോൾ, എലിശല്യത്തിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യണം. നമുക്കറിയാലേ, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറണ്ട് തിന്നാനായിട്ട് ഇങ്ങനെ ജീവികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എലിപ്പെട്ടിയോ അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള ഗോഡൌൺ ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണം. അതില് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ കയറി നിന്ന് അതൊക്കെ തിന്ന് പിന്നെ ആ ഒരു ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ആ ഉണ്ടാക്കി കഴിയുമ്പോൾ അതുവഴി ഫുഡ് പോയ്സൺ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Then supervisory staff should ready in the patient's kitchen throughout all working hours and the work schedule should be arranged properly. അതായത് ഇങ്ങനെ ഉള്ള ഒരു സർവീസ് നമുക്കറിയാം, ഹോസ്പിറ്റലാകുമ്പോൾ 24 hours റണ്ണിങ് ആണ് അല്ലെ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇങ്ങനെ എല്ലാ ടൈമുകളിലും ഭക്ഷണം ഉണ്ടാക്കി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് എപ്പോഴും അത് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളത്, പേഷ്യൻസ് കിച്ചൺ ത്രൂ ഔട്ട് ഓൾ വർക്കിംഗ് അവേഴ്സ്, എല്ലാ അവേഴ്സിലും നന്നായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായിട്ട് സൂപ്പർവൈസറി ആയിട്ട്, അതായത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് നമുക്കറിയാം 24 hours ആകുമ്പോൾ ഈ പേഴ്സൺസിന് എന്താ പറയുക, ഡ്യൂട്ടികൾ മാറി മാറി ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് കഴിയുമ്പോൾ അടുത്ത പേഴ്സൺസിനും ഈ ഡ്യൂട്ടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവരി ഡേ. വാർഡുകളിലെല്ലാം നല്ല രീതിയിലൊക്കെ ഭക്ഷണങ്ങൾ എത്തുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻസ് എല്ലാ ദിവസവും തന്നെ വിസിറ്റ് ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. അതായത് അവരുടെ സേവനങ്ങളുടെ ഷെഡ്യൂളും സമയങ്ങളെല്ലാം അത് നേരത്തെ കൂട്ടി തീരുമാനിക്കണം. നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. നഴ്സുമാര് അവര് നന്നായി തന്നെ ഇത് ചെയ്യുന്നത്. നമുക്കറിയാലോ, ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ആ പേഷ്യൻസിന്റെ ഉള്ളിൽ എത്തണം. അതിനുശേഷം ഇവരിൽ നിന്ന് കളക്ട് ചെയ്യണം എന്തൊക്കെയാണ് മാറ്റേഴ്സ്, നിങ്ങൾക്ക് ഡൈജഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നഴ്സുമാര് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അവരെയും എന്താണ് കൃത്യമായിട്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും അവരെയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാച്ച് ചെയ്യേണ്ടതാണ്. നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. സപ്ലൈ ഇതിന്റെ വിതരണം ചെയ്യുമ്പോഴെല്ലാം നഴ്സസും അത് കൃത്യമായി തന്നെ എക്സാം പരിശോധിച്ച് പോകണം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെതായ കുറച്ച് നയങ്ങൾ പറയുന്നത്. നമ്മൾ തയ്യാറാക്കുക മാത്രമല്ല, കുറച്ച് നടപടിക്രമങ്ങൾ കൂടി ഇതില് ഡയറ്റീഷ്യൻ എടുക്കേണ്ടതുണ്ട്. അവർ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. സൂപ്പർവൈസറി സ്റ്റാഫുകള് ഇടയ്ക്കിടയ്ക്ക് മാറി അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പവർ, അധികാരം വിട്ടുകൊടുക്കണം. അതേമാതിരി തന്നെ എല്ലാ ശല്യങ്ങളോ അല്ലെങ്കിൽ ക്ലീനിങ്ങിലെ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം വാച്ച് ചെയ്യണം. അങ്ങനെ ഷിഫ്റ്റ് ടൈമുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കി കൊടുക്കണം. പിന്നെ എല്ലാ പ്ലേസുകളിലേക്കും കൃത്യമായി തന്നെ സപ്ലൈ ചെയ്യണം. അത് കൃത്യതയോടുകൂടിയാണ് സപ്ലൈ ചെയ്തേക്കണേന്ന് നഴ്സുമാരൊക്കെ എക്സാം ചെയ്യണം. പിന്നെ വ്യക്തികൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇങ്ങനെ എല്ലാം കൂടി ചെയ്താൽ മാത്രമേ വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കൂ.
നിങ്ങൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലാണ് നിങ്ങളുടെ സ്റ്റിക്കുകൾ ആരെങ്കിലും കയറാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ അവേഴ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിലെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യാനുണ്ട് നോക്കിയത്. അതായത് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രോം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ്. ആരെങ്കിലും ഇന്നലെ കയറാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. എന്താണ് ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് ഇൻ പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ളത് വെട്ടുക, റിഗാർഡിംഗ് ഡയറ്റ് എഴുതുക. വീണ്ടും ആ സെന്റൻസിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുക. റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ ഡിസീസസ് എന്നുള്ളത് വെട്ടുക. their kind and nature of diseases consideration. Their diseases വെട്ടിയിട്ട് kind and nature into the nature of diseases consideration. Okay, clear ആയോ? ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? റിനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാണാന്ന് പറയുന്നത് റിനൽ ഡയറ്റ് എന്ന് പറയുന്നത് കിഡ്നി പേഷ്യൻസിന്റെ കാര്യത്തിലാണ് ആ ഒരു പേര്. ഓക്കെ, ആർക്കോ കാണുന്നില്ല എന്ന് പറയണ്ട, ചിലപ്പോ നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഭൂരിഭാഗം എല്ലാവർക്കും തന്നെ കാണാം. കാറ്ററിംഗ് പറയാം. അപ്പോ ഇവിടെ റിനൽ ഡയറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗം നമുക്ക് നോക്കാം. എന്താണ് റിനൽ ഡയറ്റ് എന്ന് പറയുന്നത്? അതായത് കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഭക്ഷണപദാർത്ഥങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ എന്താ പറയുന്നത്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് എന്താ റിനൽ ഡയറ്റിൽ പറയുന്നത്. ഒരു ഡോക്ടേഴ്സ് പറയും നിങ്ങളുടെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടുള്ളതെന്ന് ഒരു ഡയറ്ററിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. ആ ഒരു രീതിയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ
സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ ഭക്ഷണത്തില് നമുക്ക് കട്ടി കുറയ്ക്കുക, അതായത് ഭക്ഷണത്തിന്റെ ഒരു കട്ടി കുറയ്ക്കുക എന്നുള്ളതാണ് സോഫ്റ്റ് ഡയറ്റിൽ പറയുന്നത്. അതായത് ലൈറ്റ് ഫുഡ്, ലൈക്ക് ഇപ്പൊ ബണ്ണ്, ബ്രെഡ്, കഞ്ഞി അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇപ്പൊ ഓരോ ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ദഹനിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള മാംസങ്ങളും അതൊന്നും ഉൾപ്പെടുത്താതെ ചെറിയ രീതിയിലുള്ള കട്ടി കുറഞ്ഞ ഭക്ഷണ പദാർത്ഥം ഉപയോഗിക്കുക. ബണ്ണോ ബ്രെഡോ കഞ്ഞിയോ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും. ഇനി എന്തെങ്കിലും ഒരാള് കമേഴ്ഷ്യൽ കാറ്ററിങ്ങിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞായിരുന്നു. അതായത് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഈ കമേഴ്ഷ്യൽ എന്നുള്ള ആ ഒരു മീനിങ് വന്നിരിക്കുന്നത്. അതായത് വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു നിശ്ചിത തുക പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിന്റെ സർവീസ്, ആ സേവനം നമ്മൾ കരസ്ഥമാക്കുന്നത് അല്ലെ. അവിടെ അപ്പൊ ഒരു ട്രേഡിങ്, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നതിന് പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, നമ്മൾ കഴിക്കുന്നത് അനുസരിച്ച് അവിടെ നിന്ന് ഭക്ഷണം നമ്മൾ മേടിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു ടേം അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ടേം അനുസരിച്ച് തന്നെ സ്റ്റാഫുകൾക്കും അവര് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലെ. അവിടുത്തെ സ്റ്റാഫുകൾക്കും മിതമായ നിരക്കില് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ പേഷ്യൻസിന്റെ കൂടെ വരുന്ന വിസിറ്റേഴ്സും അങ്ങനെയുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള രീതിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർവീസിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് അവരിതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ചില മിതമായ നിരക്കിലാണ് ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ഒരു നല്ല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു സർവീസ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള അതോടൊപ്പം തന്നെ മിതമായ നിരക്കിലാണ് ഭക്ഷണങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ടേമിന്റെ അണ്ടറിൽ വരുന്നതാണ് സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള ക്യാൻറ്റീന്, പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, അതായത് ചെറിയ രീതിയിലുള്ള ചായയും സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കേന്ദ്രങ്ങൾ അല്ലെ. നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ കൗണ്ടറിലൊക്കെ ചിലപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടാവും, ടീ ഷോപ്പ് പോലെ. അവിടെ ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവിടെ ആകെ ചായയും കടിയും മാത്രമേ കിട്ടുള്ളൂ, സ്നാക്സ് എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലഞ്ചിന്റെ ടൈമിൽ നന്നായിട്ട് ഭക്ഷണം വിശാലമായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം എന്താണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സർവീസുകളാണ് എന്നുള്ളത്. അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ എന്തോ ഒരു പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഭക്ഷണം മേടിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അങ്ങനെ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മറ്റു പാർട്ടീസിനെ അപേക്ഷിച്ച് ചീപ്പർ ആയിട്ടുള്ള കോസ്റ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അവര് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല രീതിയിലാണ് സേവനം കാഴ്ചവെക്കുന്നു. പിന്നെ എന്താണ് സ്റ്റാഫ് എല്ലാവർക്കും തന്നെ, വിസിറ്റേഴ്സിനും അറ്റൻഡേഴ്സിനും എല്ലാവർക്കും തന്നെ അവർ ഇത്തരത്തിലുള്ള കമേഴ്ഷ്യൽ കാറ്ററിംഗ് നടക്കുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു പണം പേ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചിരുന്നു, എന്താണ് ലോ സോഡിയം ഡയറ്റ്, അതായത് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഒരു പക്ഷേ നമുക്കിപ്പോ ഡയറ്റ് ഇത് ചെറിയ കുറച്ച് എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ, ഒരുപാടുണ്ടാവും. അതായത് ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഡോക്ടർ ഓരോന്ന് നിർദ്ദേശിക്കും. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫുഡ് കഴിയും. ഇപ്പൊ സോഡിയം കുറയ്ക്കുന്ന തരത്തിലുള്ള ഫുഡുകൾ, സോഡിയം ഉള്ള അല്ലെ, അവര് നമുക്കറിയാം സോഡിയത്തിന്റെ അളവൊക്കെ പോകുമ്പോഴെന്താണ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അവര് ചിലപ്പോൾ മെമ്മറി ഒക്കെ അവരുടെ ലോസ് ആയി പോകും. അപ്പൊ സോഡിയം നിലനിർത്താൻ വേണ്ടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ട് അല്ലെ, സോഡിയം പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതൊന്ന് സ്റ്റേബിൾ ആയിട്ട് അതൊന്ന് നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതുണ്ടാവും, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും. അതാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. ആ സോഡിയത്തിന്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റീഷ്യൻ ചാർട്ട്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫങ്ഷൻസിലെ 10th പോയിന്റ്, ട്രെയിൻ ഡയറ്റീഷ്യൻ ഇന്റേൺ. അതായത് നമ്മള് ഭക്ഷണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അവർക്ക് ഇങ്ങനെ ഒരു ഡയറ്റീഷ്യൻ ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റ്. അപ്പൊ അവർക്ക് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഒരു പക്ഷെ ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്. ആദ്യ ദിവസം ഇത്രയും കഴിച്ചാൽ മതി, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇച്ചിരി കൂടി കഴിക്കാം,
അങ്ങനെ അങ്ങനെ ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂടി അവരെ ട്രെയിൻ ചെയ്യുക ഡയറ്റീഷ്യന്റെ ടേൺ അനുസരിച്ചിട്ട്, അതായത് ഈ ഒരു ഇതനുസരിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. ഇനി എന്തെങ്കിലും? നമ്മുടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും CSSD ആ ഒരു ഇത് കൊണ്ടുവരും. Thank you, ma'am. Thank you, ma'am.